അങ്ങനെ നമ്മൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ദിവസമായി. അപ്പോൾ ഇന്ന് എന്തെല്ലാം കഴിച്ചെന്ന് നോക്കാം. വയറ് നിറച്ച് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കൂടിക്കോ. ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ വെള്ളം കുടിച്ചായിരുന്നു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തിയാണ്. എന്നും ഞാൻ നാത്തൂൻസിൻ്റെ ഡയറ്റ് മീലാണ് കേട്ടോ സ്മൂത്തി ആയിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് റാഗിയില്ലേ മുളപ്പിച്ചത് കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയ സമയം കൊണ്ട് ഒരു പൂച്ച കയറി അത് മറിച്ചിട്ടു. പിന്നെ ഉമ്മച്ചി അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കുറേ എടുത്തു. വീണ്ടും ഞാൻ കഴുകി ഇതുപോലെ വീണ്ടും അവിടെ വെള്ളം കളയാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ രാവിലെ വർക്കൗട്ടിന് കയറുന്നുണ്ട് കേട്ടോ. ഡെയിലി വർക്കൗട്ടുണ്ട്, 1 അവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ഡയറ്റിൻ്റെ കൂടെ വർക്കൗട്ട് കൂടെ ചെയ്താലേ ഉള്ളൂ കേട്ടോ 100% നമുക്ക് വെയിറ്റ് ലോസ് കിട്ടുകയുള്ളൂ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ റാഗി കൊണ്ടുപോയി ടെറസിൻ്റെ മുകളിൽ വെച്ച് കേട്ടോ ഉണങ്ങാനായിട്ട്. ഇവനാണ് ഈ റാഗി മറിച്ചിട്ടത്. ഒന്നും പറയണ്ട, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. മതിലിൻ്റെ മണ്ടേ കൊണ്ട് വയ്ക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാനില്ലേ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പം നല്ല ദാഹം, നാരങ്ങാ വെള്ളം കുടിച്ചു. നമ്മുടെ ക്ഷീണം മാറാൻ നല്ലൊരു മാർഗ്ഗമാണ് ഉപ്പിട്ട് നാരങ്ങാ വെള്ളം കുടിക്കുക എന്നുള്ളത്. പിന്നെ ഒരു ആപ്പിൾ കഴിച്ചു കേട്ടോ. കുറച്ച് കേടായിരുന്നു, അതാണ് അത് പീസായിട്ട് കട്ട് ചെയ്ത് പോയത്. അങ്ങനെ ആപ്പിളൂടെ കഴിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ നോക്കുകയാണ്. ചോറും കറിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഇന്ന് കരിമീൻ പള്ളത്തിയാണ് കേട്ടോ. അത് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ചു. പിന്നെ പൊരിച്ചു കേട്ടോ. ഒട്ടും എണ്ണയില്ലാതെയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ മീനും പൊരിച്ചെടുത്തു. പിന്നെ സാലഡിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കുംബറും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റാക്കി എടുക്കാം. ഞാൻ പാഴ്സി ലീഫ് ഒന്ന് കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് സാലഡിൻ്റെ കൂടി ഈ ലീഫ് കഴിക്കാൻ. വെയിറ്റ് ലോസിന് നല്ലതാണ് കേട്ടോ ഈ ലീഫ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും മതി. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഞാൻ തന്നെ കടന്ന് ചെയ്യുമല്ലേ. എന്നാൽ പിന്നെ ഉമ്മിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ആണ് ഒരാളിവിടെ ഹെൽപ്പിന് പകരം നല്ല പണി ഒപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അങ്ങനെ അവളും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ സാലഡ് ഉണ്ടാക്കി ചോറൊക്കെ വിളമ്പി കഴിക്കുകയാണ്. അങ്ങനെ ഇതാ കുറച്ച് ചോറെടുത്തു. പിന്നെ അതിലേക്ക് മാങ്ങയിട്ട കരിമീൻ കറി കുറച്ച് ഒഴിച്ച് കൊടുത്തു. മീൻ പൊരിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക തോരനാണ് ഇന്ന്, അപ്പോൾ അതുകൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ലഞ്ചായിരുന്നു. സാലഡൊക്കെ ഞാൻ ഇതിൻ്റെ പകുതി സാലഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ വയറൊക്കെ ഫില്ലായി. അപ്പോൾ ഇതുപോലെ സാലഡ് കൂടി ഉൾപ്പെടുത്തിയാലേ ഉള്ളൂ നമുക്ക് വയറ് ഫില്ലാവത്തുള്ളേ. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയുടെ സമയത്ത് ഒരു ഗ്ലാസ് ചൂടോടുകൂടി ഗ്രീൻ ടീ കുടിച്ചു കേട്ടോ. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും മക്കൾക്ക് ചോളം പുഴുങ്ങി, അതിൽ നിന്നൊരു പീസ് കഴിച്ചു. പിന്നെ ഒരു 2 മുട്ട ഒന്ന് ഹാഫ് ബോയിൽ ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഹാഫ് ബോയിൽ ചെയ്ത് കഴിക്കാൻ. വൈകുന്നേരം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് സ്മൂത്തി രാവിലെ കുടിച്ചില്ലേ, അതുപോലെ തന്നെ അങ്ങ് എടുത്തു. റോബസ്റ്റപ്പഴം ഇട്ടാണ് സ്മൂത്തി അടിക്കുന്നത്.